ബന്ധപ്പെട്ടിട്ട് പഠിച്ചിട്ടില്ലേ കുറേ ജലത്തിൽ വളരുന്ന സസ്യങ്ങൾ. അതിലൊരു സസ്യമാണ് ആമ്പൽ. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ആമ്പൽ കുളമൊക്കെ ഒരുക്കി തന്നിട്ടുണ്ട്. സുഭാഷേട്ടൻ ഒരുക്കി തന്നിട്ടുണ്ട്. കണ്ടോ? ഇന്നലെ ഇവിടെ പെട്ടെന്ന് ഉണ്ടാക്കി തന്നെ. നമ്മളിങ്ങനെ ഒരു ആവശ്യം പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഒരു ആമ്പൽക്കുളം തയ്യാറാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് കൂടുതൽ ചെടികൾ പിന്നീട് ഇടുന്നതായിരിക്കും. ഞാൻ മാത്രമല്ല ഇത് ഉണ്ടാക്കിയത്, എൻ്റെ കൂടെ ഈ സ്കൂളിൽ മുന്നേ പഠിച്ച കുട്ടികളും ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളും എല്ലാവരും ഉണ്ടായിരുന്നു. കിച്ചു എല്ലാം ഉണ്ടായിരുന്നു. കിച്ചു ഉണ്ടായിന്, അയാനുണ്ടായിന്, അങ്ങനെ എല്ലാവരും ഉണ്ടായിന്. സനു, തേജു അവരെല്ലാം മുന്നേ ഈ സ്കൂളിൽ പഠിച്ചതാണ്. അവരെല്ലാം കൂടിയാണ്. ആരൊക്കെയാണെന്ന് അറിയില്ല. സുഭാഷായിട്ട് മുൻകൈ എടുത്തിട്ട് സഹായിക്കാൻ കുറേ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. നമ്മളിവിടെ പഠിച്ച കുട്ടികളൊക്കെ കൂടിയിട്ടാണ് ചെയ്തത്. നമുക്ക് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് ചെയ്തതുകൊണ്ട് നമുക്ക് ഇത്ര 1000 രൂപ കുറച്ചും കൂടി പണി കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അതിൻ്റെ സൈഡിലെല്ലാം സിമെൻ്റെല്ലാം ഇടാനുണ്ട്. അപ്പം നമുക്കിനി അതിൻ്റെ ബാക്കിയുള്ള പണിയും കൂടി തീർക്കാം. ഇനി ഇത് സംരക്ഷിക്കേണ്ടത് നിങ്ങളാണ് കേട്ടാ. ഞാനിവിടെ നട്ട് നല്ല കണ്ടീഷനാക്കി തന്നു. ഞാൻ പൂവ് വിരിച്ച് തന്നു നിങ്ങൾക്ക്. ഇനി നിങ്ങൾ അതിനെ സംരക്ഷിക്കേണ്ടത് നിങ്ങളാണ് കേട്ടാ. ആര് കുട്ടികളൊന്നും അത് പിടിച്ച് പറിക്കാനോ ഒന്നും പാടില്ല. നമുക്ക് ദൂരെ നിന്ന് കാണാം. അതിൻ്റെ ഭംഗി ആസ്വദിക്കാം. മച്ചൻ ബേസിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെറിയൊരു പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു ആമ്പൽക്കുളം, നമ്മളെ പാട്ടയം LP സ്കൂളിൽ ചെറിയൊരു ആമ്പൽക്കുളം നിർമ്മിക്കണം. എല്ലാ പ്രാവശ്യവും ടീച്ചർ കുട്ടികളെ പഠനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മളെ വീട്ടിൽ വന്നിട്ടാണ് ആമ്പൽപ്പൂവും അതിൻ്റെ കുളമെല്ലാം കാണിച്ചു കൊടുക്കല്. അപ്പോൾ നമുക്ക് ഇനി മുതൽ വ്യത്യസ്തമായിട്ട് നമുക്ക് സ്കൂളിൽ തന്നെ ഒരു ചെറിയൊരു ആമ്പൽക്കുളം നിർമ്മിച്ചു കൊടുക്കാമെന്ന് ഞാൻ ടീച്ചറോട് പറഞ്ഞിട്ടുണ്ട്. അപ്പം ടീച്ചറോട് പെർമിഷൻ മേടിച്ചിട്ട് നമ്മൾ സ്കൂളിൻ്റെ അകത്ത് കയറിയിട്ടാണ് ഉള്ളത്. അപ്പോൾ സ്കൂളിൻ്റെ ഈ ഒരു ഭാഗത്താണ് നമ്മൾ ചെറിയൊരു കുളം, ഈ ഒരു ബേസ് വെച്ചിട്ടാണ് നമ്മൾ കുളം ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. നമുക്ക് ഈ ചെറിയ പൈസ കിട്ടിയ സാധനമാണ്. ഏകദേശം ഒരു 40 രൂപ 80 രൂപയ്ക്ക് 2 എണ്ണം കിട്ടിയ ബേസ് ആയത്. അപ്പോൾ ഈ ഒരു ചെറിയ ബേസ് വെച്ചിട്ടാണ് നമ്മളിവിടെ കുളം ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഈ ഒരു ഭാഗമെല്ലാം വൃത്തിയാക്കി എടുക്കണം അല്ലേ. ഈ ഒരു ചെടിച്ചട്ടി ഉണ്ട്, നമുക്ക് ഒരു ഇടങ്ങാറാം. കുറച്ച് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വെക്കാം. ടീച്ചറെ പച്ചക്കറി തോട്ടമായത് എല്ലാം അത്യാവശ്യം കുറച്ച് പച്ചക്കറികളെല്ലാം ഇടയിൽ നട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ സൈഡിലായിട്ട് ഇവിടെ നമുക്ക് കുളം വയ്ക്കാം. സനു, കിച്ചു, ബാ എല്ലാവരും ബാ, എന്നെ ഒറ്റക്കാക്കല്ല. ഇവിടെ നമുക്കൊരു കുഴിക്കാം. കുറച്ചമ്മ ഞാൻ കൊത്തും, ബാക്കി നീ കൊത്തിക്കോ കേട്ടോ. സനു വട്ടം വേണ്ടേ? ഇനി വട്ടം നമുക്ക് റെഡിയാക്കി എടുക്കാം. ടീച്ചർ എന്തെല്ലാം ഇവിടെയെല്ലാം ചെടിയെല്ലാം നട്ടിട്ടുണ്ടോ? അത് നമുക്ക് മണ്ണെല്ലാം കുറച്ചും കൂടെ നീക്കി വെക്കണം. ഈ മണ്ണ് അയ്യ നമുക്ക് ആവശ്യമുണ്ട്. മണ്ണൂര ഇത് കോസ്മോസ് വെച്ചാലേ ഇതൊന്നും വേണ്ട. ചെറിയ കോസ്മോസ് മണ്ണീര് തന്നെയാ ഇത്. ആമോ കുരുടമ്പാമ്പ കളിക്കുന്നില്ലല്ലോ. കുരുടമ്പാമ്പ് കുറച്ച് ഹൈറ്റ് പൊന്തിച്ച് വെച്ചിട്ടില്ലെങ്കിൽ നമ്മൾ മഴ പെയ്യുമ്പോൾ ഉള്ള ചളിയെല്ലാം കംപ്ലീറ്റ് ഇതിനകത്തേക്ക് വന്നിട്ട് നിറയും. അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് ഹൈറ്റ് പൊന്തിച്ച് വെക്കുന്നത്. സനു അന്ന ഒറ്റക്കാട്ടിൽ എല്ലാവരും കളിക്കാൻ പോയി. നമ്മൾ ഇതിൻ്റെ സൈഡിൽ ഇതൊന്ന് ലെവലാണെന്ന് നോക്കണം. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം അടിച്ചിട്ട് വാട്ടർ ലെവൽ കറക്റ്റാണെന്ന് നോക്കാം. വെള്ളം എടുത്താൽ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. നമ്മളിത് വലിയ കുളമൊന്നും അല്ലെങ്കിലും ഒരു ചെറിയ ഒരു ചെടി വളരാൻ വേണ്ടിയിട്ട് അത്യാവശ്യം കറക്റ്റായിട്ടുള്ള സ്പേസ് ആയത്. അപ്പം പിന്നെ അതിൻ്റെ തന്നെ ഇപ്പോൾ ചാണകപ്പൊടി അതെല്ലാം നിറയ്ക്കണം. ചാണകപ്പൊടി ഇവിടുന്ന് മണ്ണ് എല്ലാം കുറച്ച് നിറയ്ക്കാനുണ്ട്. നമുക്ക് ചാണം എടുത്തിട്ട് വരണം പോയിട്ട്. ഇവിടെ എവിടെയും അടുത്തെവിടെയും ചാണമില്ല. അപ്പോൾ നമുക്ക് വയലിൽ പോയിട്ട് തന്നെ ചാണം എടുത്തിട്ട് വരാം. ഇപ്പോൾ ഇതൊന്ന് സെറ്റാക്കട്ടെ, ഇതിൻ്റെ സൈഡിലുള്ള മണ്ണെല്ലാം ഒരു സെറ്റാക്കട്ടെ. അപ്പോൾ നമ്മൾ പിന്നെ ബേസെല്ലാം വെച്ച് വാട്ടർ ലെവലെല്ലാം വെച്ച് നോക്കി സെറ്റാക്കി സൈഡിലെല്ലാം മണ്ണിട്ട് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് നടേണ്ട സാധനങ്ങളാണ് വേണ്ടത്. കുറച്ച് മണ്ണും അപ്പം ചാണകപ്പൊടിയെല്ലാം വേണം. നമുക്ക് ഒരു പ്രാവശ്യം നമുക്ക് ചാണകപ്പൊടി ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു വർഷത്തോളം നമുക്ക് ആ ഒരു വളം തന്നെ മതി. പിന്നെ വേറെ വളം ആവശ്യമില്ല. പിന്നെ അതുമാത്രമല്ല നമ്മളിവിടെ നടാൻ പോകുന്നത് വയലറ്റ് കളറിലുള്ള ആമ്പലാണ്. പിന്നെ ചെറിയ തയ്യല്ല, നമ്മൾ ഏകദേശം മുട്ട് വന്നിട്ടുള്ള തയ്യ തന്നെയാണ് നടാൻ പോകുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കുട്ടികൾക്ക് പൂ വിരിഞ്ഞിട്ടുള്ള ആ ഒരു കാഴ്ച നമ്മൾ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പൂ വിരിഞ്ഞ മുട്ടുള്ള തൈ തന്നെ നമ്മളിവിടെ വെക്കുന്നത്. അപ്പോൾ നമുക്ക് പിന്നെ വയലിൽ പോയിട്ട് കുറച്ച് ചാണം ശേഖരിച്ചിട്ട് വരണം. സാനി റെഡിയല്ലേ? സാനി ആടിയിരിക്കുമെന്ന് തെറ്റു നോക്കിയാൽ സാനി ഒന്നും പറ്റുന്നെടുക്കില്ല, ആടിയിരിക്കുമെന്ന്. സാനി മുടി കെട്ടിയിട്ടില്ല, മുടി കെട്ടാത്തതുകൊണ്ടാണ് സാനി വീഡിയോ എടുക്കാത്തത്. നമുക്കെന്നാൽ നേരെ ചാണം എടുക്കാൻ പോയിക്കൂടെ? അപ്പോൾ നമ്മൾ നേരെ ചാണം വാരി കെട്ടും. വയലിൽ പോയി
തീർത്തിട്ടുള്ള അല്ലേ ഇനി ക്യൂട്ടി അല്ലെങ്കിൽ ചാണകം ഉണങ്ങിയിട്ടില്ല പച്ചച്ചാണകം ഒന്നാലും കുഴപ്പമൊന്നുമില്ല പച്ചച്ചാണകം ഇങ്ങോട്ട് നല്ല ആവേശത്തിൽ തുള്ളി ഇനി അപ്പത്തേക്ക് തുള്ളി എത്തുവാമോ വീട്ടിണ്ട് മതി ഇത്രേ വേണ്ടു ഒരു ചെടിക്ക് ഇത്രേ ചാണം വേണ്ടു അപ്പോൾ നമുക്ക് ഇത് എടുത്തിട്ട് നേരെ പിന്നെ വീട്ടിൽ പോയി പിന്നെ ഒരു ആമ്പലിൻ്റെ തയ്യും പൊരിച്ചിട്ട് നമുക്ക് നേരെ വീട്ടിലേക്ക് പോലെ അയച്ചോ വീട്ടിലേക്ക് അല്ലടാ സ്കൂളിലേക്ക് വാരി വെഞ്ഞ് കയറി ആ ചാണം വരാൻ മഞ്ഞല്ലേ ഇത് പിടിക്കടാ ചാണം കത്തിങ്ങക്കല്ല നല്ലൊരു ഇത് പൊരിച്ചെടുക്കണ്ടേ ചെടി ഇത് തന്നെയാണ് അത്യാവശ്യം നല്ല പൂ വിരിഞ്ഞിട്ടുള്ള ചെടി നമ്മൾ മുന്നേ ഉള്ള പ്ലാന്റാണ് പൊട്ടിപ്പോവെന്ന് പറയുന്നില്ല എടുക്കണം നല്ല വേരുണ്ട് സംഭവം ഇത് എല്ലാം ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു തൈകളാണ് ഇതൊരു ചെടിയാണ് ഈ ഒരു ചെടി നമുക്ക് വെക്കാം അതാകുമ്പോൾ മൊട്ടുമുണ്ട് എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ടുണ്ട് സെറ്റായിട്ടുണ്ട് ചെടി നല്ല കണ്ടീഷനാക്കിയിട്ട് വെക്കിട്ട് ഇതിൽ കുറച്ച് ഇലകൾ നമ്മൾ കട്ട് ചെയ്ത് കളയണം വേറെ ഒന്നും ഇത്രയൊന്നും വേണമെന്നില്ല ഈ വലിയ വലിയ പുറത്തേക്കുള്ള വലിയ ഇലകളെല്ലാം നമുക്ക് കട്ട് ചെയ്ത് കളയാം ഇത്രയും നമുക്ക് വേണ്ടു നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പൂ വിരിഞ്ഞിട്ടുള്ളൊരു ഇതന്നെ ഒരു മുട്ടുമുണ്ട് അപ്പോൾ നമുക്കിതെടുക്കാം ഇനി ഇത് പോരാന്നുണ്ടെങ്കിൽ ഒന്നും കൂടി അവിടെ നിന്ന് എടുക്കണം ഇവിടെ കൊണ്ടൊന്ന് ഏകദേശം നല്ല അടിപൊളിയായിട്ടുള്ളത് എല്ലാം ഇതിൻ്റെ അകത്ത് എടുക്കൽ കുറച്ച് സീനാണ് ഇതാണ് അടുത്ത പ്ലാന്റ് അപ്പോൾ റെഡി നമുക്ക് നേരെ സ്കൂളിൽ എടുത്തേക്കോ ഇതിപ്പോൾ നടാൻ പറ്റില്ല നമുക്ക് നേരെ ഇതെല്ലാം എടുത്തിട്ട് സ്കൂളിൻ്റെ ചാണം എടുത്തുകൊണ്ട് വന്നിട്ട് നമുക്ക് പച്ച ചാണം കിട്ടിയത് ഉണങ്ങിയത് കിട്ടിയില്ല എന്നാലും കുഴപ്പമൊന്നുമില്ല ഇഷ്ടംപോലെ ചാണം ഉണ്ട് നല്ല പുഴുവലുണ്ടല്ലേ പുഴുവലും വേണം ശരിക്കും എന്നാലും ഇതിൻ്റെ അകത്തുള്ള ഫങ്ഷൻ കംപ്ലീറ്റ് നടക്കുള്ളൂ നല്ല മണമുണ്ടല്ലേ സാനിൻ്റെ മുഖം നോക്ക് അപ്പോൾ ഇതിൻ്റെ മേലേക്ക് നമ്മൾ ഇവിടുന്ന് കുറച്ച് മണ്ണ് നമ്മൾ ഇടുന്നുണ്ട് നല്ല വളക്കൂറുള്ള മണ്ണ് തന്നെയാണ് ഇതിനകത്തുള്ള കല്ലെല്ലാം ഒഴിവാക്കേണ്ട ആവശ്യമുണ്ട് അപ്പോൾ നല്ലതാ കളയാം കൈക്കോട്ട് കൊണ്ട് കൊടുക്കാൻ വേണ്ടി പോയിട്ട് ആയിരുന്നു നായി ഓടിച്ചാ സണ്ണിൻ്റെ കല്ലെല്ലാം പൊറുക്കി കളയപ്പം അത് ചാണകം കൊണ്ട് മടിച്ചിട്ടാ കല്ല് പൊറുക്കി കളയാതെ ഏകദേശം പകുതിയോളം മണ്ണ് മതി പകുതിയല്ല പകുതിയിൽ കുറച്ച് കൂടുതലായിട്ട് മണ്ണ് വേണം ഇനിയിപ്പം കുറച്ച് വെള്ളം ഒഴിക്കുമ്പോൾ കുറച്ചും കൂടി താഴ്ന്നു വരും അപ്പം ഇതിനകത്തുള്ള കല്ലും കച്ചറയും വേരുകൾ അതെല്ലാം പൊറുക്കി കളയണം റെഡിയായിട്ടുണ്ട് ഇതിൽ തന്നെ അത്യാവശ്യം പിന്നെ വളം ഉള്ളതുകൊണ്ട് പിന്നെ ഇപ്പം പെട്ടെന്നൊന്നും വളം ചേർക്കണമെന്നൊന്നുമില്ല അത്യാവശ്യം വളം ഇതിൻ്റെ അകത്ത് തന്നെ ഉണ്ട് അപ്പം കുഴപ്പമില്ല അടിയിൽ ചാണകമുണ്ട് അപ്പോൾ സനിനത്തെ കുറച്ച് വെള്ളം ഒഴിച്ചാട്ടെ സനി ഒന്ന് ഉണക്കിയാൽ അത് കുറച്ച് പുറത്ത് കളി ചൂടുണ്ട് പൈപ്പിലെ വെള്ളം ചൂടുണ്ട് ശരിക്കും ചെടിക്ക് ചൂട് പറ്റില്ല അപ്പുറം കാണാറുണ്ട് തണിയാ കാണാറുണ്ട് എടുത്ത് പറയാം വേണ്ട ഇതിപ്പം തന്നെ തണിയും ടാങ്കിലെ വെള്ളം ചൂടായതുകൊണ്ടാണ് അപ്പോൾ നമുക്കിതിൻ്റെ ചുറ്റും വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കട്ട അത് വീട്ടിലാണ് ഉള്ളത് ഹോളോ ബ്രിക്സ് ആയിട്ട് ഒരു സാധനമുണ്ട് അപ്പോൾ നമുക്ക് അതിൻ്റെ ചുറ്റും വെച്ചിട്ട് നല്ല കുറച്ച് ഭംഗിയാക്കി എടുക്കാം അപ്പോൾ നമുക്ക് വീട്ടിൽ പോയിട്ട് കട്ട എടുത്തിട്ട് വരാം അല്ല മുകളിലാണ് വേണ്ട നാളെ ഒരുമിച്ച് നമുക്ക് ഇപ്പോൾ നോക്കാതെ ഉറിച്ചിടാല്ലേ ഇനി കൊണ്ടൊരു ഏറ് കൊടുത്ത് നോക്കാം കേട്ടാ കുറച്ച് ഉണങ്ങിപ്പോയി എന്നാലെന്താ അടിപൊളി സാധനം അടിപൊളി സാധനം ആ തോലെല്ലാം കുറിച്ച് ഓളോ ഡിക്സെല്ലാം റെഡി ആയിട്ടുണ്ട്
ഇതിൻ്റെ സൈഡിൽ ഒന്ന് ക്ലിയർ ആക്കിയിട്ട് ഇടാം. ഈ കാര്യം കൊണ്ട് പറ്റിയത് എടാ ആ കാണാനൊരു രസത്തിന് വേണ്ടിയിട്ടാണ്. ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, എന്നാലും നമ്മൾ സ്കൂളല്ലേ ഒരു കുട്ടി തന്നെ ഇങ്ങോട്ട് നിശ്ചിതാണ് നോക്കല്ലേ. അപ്പോൾ നമ്മളെ കുളം ഏകദേശം ഒരു സെറ്റപ്പ് ആയിട്ടുണ്ട്. നമുക്ക് 2 ആമ്പൽ വയലറ്റ് കളർ പൂവിരുന്ന 2 ആമ്പലിൻ്റെ തൈകളും നമ്മൾ എടുത്തുകൊണ്ടിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് നടണം. ശരിക്കും നമ്മൾ പിന്നെ കുളം സാധാരണ ഇന്ന് കുളമാക്കിയിട്ട് അതിനകത്ത് പിന്നെ ചാണകവും മണലെല്ലാം നിറച്ച് ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ടാകുമ്പോൾ സാധാരണ നമ്മൾ നടൽ. പക്ഷേ ഇതിപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ്. അപ്പോൾ നമുക്ക് നാളെ രാവിലെ കുട്ടികൾ വരുമ്പോഴത്തേക്കും ഇതൊന്ന് പൂ വിരിഞ്ഞിട്ട് കാണിക്കേണ്ടതുകൊണ്ട് നമ്മൾ ഇന്ന് തന്നെ നടുന്നുണ്ട്. നേരത്തെ ഇത് വെള്ളമടിച്ച് കുറച്ച് മണ്ണെല്ലാം ഒന്ന് തണുപ്പിച്ചതുകൊണ്ട് വലിയ പ്രശ്നം വരില്ല എന്ന് വിചാരിക്കുന്നു. പിന്നെ സാധാരണ നടൽ ഒരു 3 ദിവസം കഴിഞ്ഞതിന് ശേഷം വെള്ളമെല്ലാം ഒന്ന് തണുത്ത് വെള്ളവും മണ്ണും എല്ലാം ഒന്ന് തണുത്തൊന്ന് സെറ്റായതിന് ശേഷമാണ് നമ്മൾ നടൽ. പക്ഷെ നമ്മളിത് ഇന്ന് അതിന് കാത്തിരുന്നില്ല. കാരണം നമുക്കതിന് സമയമില്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ 2 തൈകളാണ് നടുന്നത്. നല്ല സെറ്റാക്കി എടുത്തിട്ടുണ്ട്. കുറേ ഇതാ മറ്റേ പായലെല്ലാം ഉണ്ട് വീട്ടിലെത്തുള്ളത് ഈ കളർക്ക്. അപ്പോൾ നമ്മൾ 2 സൈഡിലായിട്ട് ഓരോന്ന് ഇടുന്നുണ്ട്. നമുക്ക് ഇവിടെയും വെച്ചെടുക്കാം. കുറേ ഇലകളെല്ലാം ഉണ്ട്, അതിലൊന്ന് പൊക്കി കളയണം. ഇനി 2നും കിഴങ്ങുണ്ട്, അതുകൊണ്ട് ഉണങ്ങിപ്പോകുന്ന പേടിക്കാനില്ല. നല്ല കണ്ടീഷനായിട്ട് വിരിഞ്ഞോളും. അവസാനം കുറച്ച് വെള്ളം അടിക്കണം. അപ്പോഴത്തേക്ക് കുറച്ച് വെള്ളം അടിച്ചു ആ പൈപ്പ് നന്നാക്കി. ഇത് സെറ്റായി കിട്ടാൻ എന്തായാലും ഒരാഴ്ച എടുക്കും. കാരണം ഇതിൻ്റെ ഇലകളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം ഉണ്ടാവുക. അപ്പോൾ എന്തായാലും കുറച്ച് സമയം എടുക്കും ഇത് സെറ്റായിട്ടൊന്ന് ലെവലായി വരാൻ വേണ്ടിയിട്ട്. ഇത് കുറേ ഇലകൾ കട്ട് ചെയ്ത് കളയാനുണ്ട് അല്ലേ സനി? ആ ഒരു ഇലയെല്ലാം ചെറിയ ഒരുപാട് ഇലകൾ ആവശ്യമില്ല. മറ്റേ മോശം ഇലകളെല്ലാം അടിയിൽ നിന്ന് കട്ട് ചെയ്ത് കളഞ്ഞ്. ഇത് വിരിഞ്ഞ് മുട്ടാണ്. 1-2 മുട്ട ഇവിടെയെല്ലാം ഉണ്ട്. അതെല്ലാം പെട്ടെന്ന് തന്നെ ഒരു 2-3 ദിവസത്തിനുള്ളിൽ തന്നെ വിരിഞ്ഞോളൂ. വലിക്കല്ല, മെല്ലെ അവിടെ നിന്ന് കട്ട് ചെയ്തെടുക്കും. വലിക്കല്ല. ആ വലിയ ഇലയെല്ലാം കളഞ്ഞ് ഇത് കണ്ട. ഈ ഇലേൻ്റെ അകത്താണ് വീണ്ടും തൈകൾ ഉണ്ടാവും. അതാ അവർ ഇത് വരുന്നുണ്ട്. അവിടെ നിന്ന് ചെറിയ തൈകൾ മാതിരി വരുന്നുണ്ട്. ഈ ഇല ഇതിൻ്റെ തന്നെ ഇട്ട് കൊടുത്താൽ മതി. വെള്ളം ഓഫാക്കും മതി. ഇത്രയും വെള്ളം വേണ്ട. ഈ ഇലയിൽ നിന്നെല്ലാം തൈകൾ ഉണ്ടാവും. ആ ഇലയെല്ലാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കളയേണ്ട ആവശ്യമില്ല, എടുത്ത് നടാം. പക്ഷേ ഇഷ്ടമാണ് മെഡിക്കൽ ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ പിടിയിട്ട് വെച്ചതാണല്ലേ, അവിടെ തന്നെ കിടന്നിട്ട്. അപ്പോൾ സംഭവം എന്തായാലും സെറ്റായി. ഇതെല്ലാം ഇനി വെയിൽ വരുന്നതിന് അതിൻ്റെ ഇലകൾ നേർക്ക് നിന്നോളൂ. ഇന്ന വെള്ളം ഇത് ഈ തണ്ടിൻ്റെ ഇടയ്ക്ക് വെള്ളം അത് മുട്ട് വരുന്നതാണ്. മുട്ടല്ല അതിൻ്റെ പറയണ്ടേ ഇതേമാതിരി. നാളെ ടീച്ചർ വരുമ്പോഴത്തേക്ക് ഒന്ന് അത്ഭുതപ്പെട്ടു വേണം അല്ലേ, പൂ വിരിഞ്ഞിട്ട്. അപ്പോൾ റെഡി ആയിട്ടുണ്ട്. കേട്ടെ അപ്പോൾ പിന്നെ നമ്മളെ കുളം ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമ്മൾ വിചാരിച്ച രീതിയിൽ തന്നെ ചെറിയൊരു അത്യാവശ്യം നല്ല ഒരു കുളം തന്നെ ആയിട്ടുണ്ട്. വയലറ്റ് പൂക്കളും വിരിഞ്ഞിട്ടുണ്ട് നല്ല ഇന്ന് വിരിഞ്ഞത് നമ്മളിവിടെ കൊണ്ട് നട്ടതാണ്. എന്ത് തന്നെ ആയാലും നാളത്തേക്ക് നല്ല അടിപൊളിയായിട്ട് ഇതെല്ലാം നല്ല അടിപൊളിയായിട്ട് നാളെ വിരിയും. അപ്പോൾ നമ്മൾ നാളെ രാവിലെയും കൂടി വീഡിയോ എടുത്തിട്ട് നമ്മൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യും. ഓക്കെ, ബായ്.